നമുക്കിനി പോകേണ്ടത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരും ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്ര വലിയൊരു മാറ്റമൊക്കെ ഉണ്ടായപ്പോഴും ഇടതിനെ കൈവിടാത്ത ഒരു ജില്ലയായി നമുക്ക് തൃശ്ശൂരിനെ കണക്കാക്കാം. ഇപ്പോൾ തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ അവലോകനങ്ങൾ, രാഷ്ട്രീയ വിശകലനങ്ങൾക്ക് ഏത് തരത്തിലാണ്, എന്താണ് അവിടുത്തെ UDFിൻ്റെയും NDയുടെയും അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് ഈ വേളയിൽ വിശദമാക്കേണ്ടതായിട്ടുണ്ട്. സാരംഗ് നമ്മളോടൊപ്പം ചേരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാരംഗ്, ഗുഡ് മോർണിംഗ്. നോക്കൂ, ഈ ഒരു ജനവിധി വന്നു, അതിനുശേഷമുള്ള ഈ ഒരു ദിവസം തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ മാനം എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ജയപരാജയങ്ങളെ അവിടെ വിലയിരുത്തപ്പെടുന്നത്? സിന്ധൂരി, തീർച്ചയായും കേരളത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായപ്പോൾ ഇടത് കോട്ടയായ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് ശരിക്കും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം തന്നെ മറ്റ് 3 മണ്ഡലങ്ങളാണ്, അത് ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ. ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. ബാക്കി 9 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ വിജയം തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ചേലക്കര LDF സ്ഥാനാർത്ഥിയായിരുന്ന LDF സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് MLA കൂടിയായിട്ടുള്ള UR പ്രദീപ്. അദ്ദേഹത്തിന് 29,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ചേലക്കര മണ്ഡലത്തിൽ വിജയിച്ച് കയറി വന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളതും അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ, അദ്ദേഹം നമ്മളോട് കൈരളി ന്യൂസിനോട് ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാം, ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അപ്പോൾ ജനങ്ങളോട്, അല്ലെങ്കിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട്, നാട്ടുകാരോട് അപ്പോൾ എന്താണ് പറയുന്നത്? വളരെ ആത്മാർത്ഥമായ നന്ദിയാണ് ചേലക്കരയിലെ വോട്ടർമാരോട് അറിയിക്കാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തുടർച്ചയായി വിജയിപ്പിച്ചു വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഇപ്പോൾ ഞാനായാലും രാധാകൃഷ്ണനായാലും, പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ നിന്ന് പരമാവധി ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ, വികസനമായാലും ക്ഷേമമായാലും മറ്റ് നാടിന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. തുടർച്ചയായി ഞങ്ങളങ്ങനെ ജനങ്ങളിടയിൽ നിൽക്കുമ്പോൾ ജനം ചേർത്ത് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തിൽ ജനം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്തപ്പോൾ ഏകദേശം 2,000 കോടിയുടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങൾക്കിടയിൽ ആ കാര്യങ്ങൾ എല്ലാം വളരെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UR പ്രദീപ് വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നല്ല ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ച് ആ വിജയം ഉണ്ടായത്. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാം, ഇനിയിപ്പോൾ പ്രതിപക്ഷത്തായിരിക്കും, ഇത്ര നാൾ ഭരണപക്ഷത്തായിരുന്നു. ഇനിയിപ്പോൾ ഒരു പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനിയുള്ളൊരു ജനപ്രതി എന്നുള്ള രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഉള്ള സമയത്ത് ഈ നാടിൻ്റെ ഓരോ ഭാഗവും നല്ലപോലെ മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവം അത് വെച്ച് സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് ഇനി എന്താവും എന്നറിയില്ല. എന്തായാലും പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ് മുമ്പിൽ നാടിൻ്റെ ആ ആവശ്യങ്ങൾ അതേപോലെ തന്നെ അറിയിക്കുകയും നേടിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു, ഇടതുപക്ഷം വലിയ രീതിയിൽ താഴോട്ട് പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇനി ഉള്ള മുന്നോട്ട് പോക്ക്, അത് ജില്ലയിലെയും മൊത്തത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെയും മുന്നോട്ട് പോക്കുകൾ എങ്ങനെയായിരിക്കും? അത് ഈ പാർട്ടി പ്രവർത്തനത്തിലൂടെ ഇത്തരത്തിൽ ഈ യോഗങ്ങളിലൂടെയും അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിൽ ഈ അടുത്ത കാലത്തൊന്നും നമുക്കൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് വികസനത്തിൻ്റെ കാര്യത്തിലായാലും ക്ഷേമത്തിലായാലും വലിയ ഒരു മുന്നേറ്റമാണ് നമ്മൾ എല്ലാ ജനങ്ങളും സമ്മതിച്ചു തന്നെയാണ്. പക്ഷേ ഇവിടെ ആ കാര്യത്തിന് മുകളിൽ വീണ്ടും ഈ ഗവൺമെൻറ് അതിനേക്കാൾ മീതെ ചെയ്യാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല. എന്നാലും അവരെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും വല്ല കുറവുണ്ടെങ്കിൽ ആ കുറവ് ജനങ്ങളെ ചേർത്ത് വെച്ച് അത് ശ്രദ്ധയിൽപ്പെടുത്തി വീണ്ടും ശക്തമായി തിരിച്ചു വരാനുള്ള ഇടപെടൽ എല്ലാ ഭാഗത്തും കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തീർച്ചയായിട്ടും അത് പരിശോധിച്ചാൽ എനിക്കിതിനെ ഇടപെടും. ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാതിരുന്നത്. തൃശ്ശൂർ എക്കാലത്തും ഒരു ഇടത് കോട്ടയായിട്ടാണ് നിലനിന്നിരുന്നത്. ഇത്തവണയും ഇടത് കോട്ടയായിട്ട് നിലനിന്നു. അതോടൊപ്പം തന്നെ 3 മണ്ഡലം അങ്ങോട്ടേക്ക് മറിഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് 4 മണ്ഡലം മറിഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? ചാലക്കുടി ഉൾപ്പെടെ 4 മണ്ഡലം. അതെ, 4 മണ്ഡലങ്ങൾ നമ്മുടെ ചാലക്കുടി മാത്രമാണ് കഴിഞ്ഞ വട്ടം മുതൽ ഒരു ഇതുണ്ടായിട്ടുള്ളത്. ഏതായാലും അത് പാർട്ടി ഒന്നുകൂടെ ജില്ലയിൽ പരിശോധിച്ചു ആ വീഴ്ച എന്ത് സംഭവിച്ചു, എങ്ങനെയാണത് സംഭവിച്ചിട്ടുള്ളതെല്ലാം പരിശോധിച്ചു. അതിനനുസരിച്ച് ഇടപെടാൻ ഞങ്ങൾ ശക്തമായി തിരിച്ചു വരാനുള്ള ഇടപെടലുണ്ടാവും. സിന്ധൂരി സൂചിപ്പിച്ച പോലെ തന്നെ
പാർട്ടിക്കുണ്ടായിട്ടുള്ള ഈ ഒരു ചെറിയ വീഴ്ച അത് കൃത്യമായിട്ട് പരിശോധിക്കും, അവലോകനം ചെയ്യും. അതിനുശേഷം വേണ്ട നടപടികൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തിക്കൊണ്ട് തന്നെയാണ് ഇനി ഇടതുപക്ഷം മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് UR പ്രദീപ് MLA കൈരളിയോട് പ്രതികരിച്ചത്. എന്തായാലും ചേലക്കരയിൽ നിന്നും ക്യാമറാമാൻ സജി പൂത്തിങ്കലിനൊപ്പം സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശ്ശൂർ.